എല്ലാവർക്കും നമ്മുടെ എറണാകുളം സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ നമ്മൾ കഴിച്ച ഫുഡിൽ ചിലതൊക്കെ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അങ്ങനെ വരരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടപ്പള്ളി ടോളിൻ്റെ അവിടെയുള്ള അഭിരാമിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ. പണ്ട് ഞാൻ ലുലുവിലാകുമ്പോഴേ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്ന എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ് ഹോട്ടൽ ശ്രീ അഭിരാമി. മിക്കവാറും ഈ ദോശ ഇഡ്ഡലി ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ തമിഴ് ടച്ചുള്ള ശ്രീ അഭിരാമി പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുകളാണ് അടിപൊളി. പണ്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തെ കഥകളൊക്കെ പറയുമ്പോൾ ദീപുവിനോട് അഭിരാമിയിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അവൾക്കും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം എന്നുള്ളത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. റൂമിൽ നിന്ന് എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷൻ വരെ ഓട്ടോയിൽ വന്നു. ഇനി ഇവിടെ നിന്ന് മെട്രോയിൽ എടപ്പള്ളി വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മയും ദീപും മെട്രോയിൽ ഒരു തവണയും മറ്റേ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മെട്രോയിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും വേഗം തലയാട്ടി. ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഇത് കൂടാണ്ട് വാട്സപ്പ് മുഖേന നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. എറണാകുളം സൗത്തിൽ നിന്ന് എടപ്പള്ളി വരെ 40 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. പ്ലാറ്റ്ഫോം നമ്പർ 1. വന്നാൽ ഉടനാണ് കയറിക്കോളൂട്ടാ. അയ്യോ പതുക്കെ നോക്കിയിരിക്കും. മെട്രോയിൽ കയറിയതും അമ്മയ്ക്ക് ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. ഞാനും ദീപവും അവിടം വരെ നിൽപ്പന്നെയായിരുന്നു. മെട്രോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതൊക്കെ കൊച്ചിയുടെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു. ആ കാണുന്ന വഴിയില്ലേ, അതിൽ കൂടെ കയറി നേരെ ലുലുവിലേക്ക് കയറാം. നമുക്ക് അങ്ങോട്ടാ പോണ്ടേ? മതി. എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് ഹോട്ടൽ ശ്രീ അഭിരാമിയിലേക്ക്. ഒരു ഓട്ടോ പിടിച്ച് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ചെറിയ ദൂരമായതുകൊണ്ടും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ചുറ്റി വരേണ്ട കാരണം കൊണ്ടും ഓട്ടോക്കാരും തന്നെ വരാൻ തയ്യാറായില്ല. അവസാനം എന്തോ ഭാഗ്യത്തിന് ഒരു ഓട്ടോ കിട്ടിയെന്ന് പറയാം. എൻ്റെ ലൈഫിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് എപ്പിസോഡാണ് ലുലുവിലത്തെ ജോലിയും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും. ലുലുവിൻ്റെ അകത്ത് കയറണമെന്നുണ്ട്, പക്ഷെ കയറിക്കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം അതിൻ്റെ ഉള്ളിൽ തന്നെ പോവും. നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഫോർട്ട് കൊച്ചിയാണെന്ന് അറിയാലോ. ഞാൻ പണ്ട് കഴിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അമ്മയും ദീപും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം കൊണ്ടാണ് എടപ്പള്ളി ടോൾ വരെ വന്നത്. പിന്നെ ഈ എടപ്പള്ളി ടോളിലൂടെ ഞാൻ നടന്നിരുന്നതും എൻ്റെ ഒരുപാട് ഓർമ്മകളും അതൊക്കെ അയവിറക്കാനുള്ള ഒരു ചെറിയ ആഗ്രഹവും. ഏകദേശം ഒരു 9:15 ഞങ്ങൾ ശ്രീ അഭിരാമിലെത്തണേ. സാധാരണ 8 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്.
ദീപുവിനും എനിക്കും ഓരോ മസാല ദോശയും, അമ്മയ്ക്ക് ഇഡ്ഡലിയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിൻ്റെ കൂടെയും ഓരോ വടയും അവർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ദോശ മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഇവർ സെർവ് ചെയ്യണം 3 ടൈപ്പ് ചട്നി, സാമ്പാർ, എല്ലാം കിടിലനാണ്. മൂന്ന് ടൈപ്പ് ചട്നി ഉണ്ട് ദീപ. ഇത് ആദ്യത്തെ ഒരു പീസ് ദോശയും ചട്നിയും കൂടി കഴിച്ചപ്പോൾ തന്നെ ദീപുവിനും അമ്മയ്ക്കും നല്ല ഇഷ്ടമായി. അമ്മയ്ക്ക് ദോശ വേണമെങ്കിൽ പറയാം, കുറച്ച് തരട്ടാ. ഒരു ഇഡ്ഡലി എനിക്കെന്നാ. ഒരു ഇഡ്ഡലി അമ്മയുടെ വാങ്ങിയിട്ട് മസാല ദോശ കുറച്ച് അങ്ങടും കൊടുത്തു. മസാല വേണോ കുറച്ച്? ചുമന്ന ചട്നിയാണ് എൻ്റെ ഫേവറേറ്റ്. അതും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഒരു രക്ഷയില്ലാത്ത ചട്നി. ഒരു രക്ഷയില്ലാത്ത ചോദിക്കാൻ തന്നെ ചട്നിയൊക്കെ പിന്നെ റീഫില്ലുണ്ട്. ദോശയുടെ കൂടെ കിട്ടുന്ന ഇവിടുത്തെ മസാല ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് അടിപൊളി മസാലയാണ്. ഒരു വലിയ പീസ് ദോശയിൽ ആ മസാല അങ്ങോട്ട് പൊതിഞ്ഞെടുത്ത് ചുമന്ന ചട്നിയും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അഭിരാമിലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും അടിപൊളിയാണെന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇതുവരെ ഓർഡർ ചെയ്ത കൂടാണ്ട് ഒരു സെറ്റ് ഇടിയപ്പവും കടലക്കറിയും കൂടി ഞങ്ങൾ പറഞ്ഞു. ഇടിയപ്പം 2 കറിയുണ്ട്, ചട്നി ഉണ്ട്. ഇത് കടലേ? 2 കടലെന്നെ. ശരിയാ, നീ പറഞ്ഞ ശരിയാ. എനിക്കെപ്പോഴും ഇങ്ങനെ ചെറിയ നൂലുള്ള ഇടിയപ്പം, അതും ഇങ്ങനെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം, അതാണ് ഇഷ്ടം. അതും കടലക്കറിയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. സൂപ്പറുണ്ട്. ഇനി വേണ്ടത് ഒരു ചൂട് ചായയാണ്. ഇടിയപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചായ നല്ലപോലെ ആറ്റി അങ്ങോട്ട് കുടിച്ചു. നല്ല അടിപൊളി ചായയായിരുന്നു. കുടിച്ചപ്പോൾ നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നി. ദീപമാണെങ്കിൽ ഇടിയപ്പവും കടലക്കറിയും കഴിക്കാൻ തുടങ്ങണേ ഉള്ളൂ. അഭിരാമി വന്നേ പിന്നെ ദീപുവിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയണത് വെടിക്കെട്ടിന് അമിട്ട് വിരിയണ പോലെയാണ്. ചായക്ക് പുറമെ ദീപുവിനൊരു ബൂസ്റ്റ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റിൻ്റെ കപ്പ് കണ്ടപ്പോൾ തന്നെ കുടിക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു ടെംപ്റ്റേഷൻ തോന്നി. ബൂസ്റ്റ് കണ്ടിട്ടേ കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല കപ്പ്, നല്ല ഫ്ലേവർ ഉണ്ട്. മധുരം ഓറില്ല കേട്ടാ ദീപോ. മധുരം അല്ലേ? വേണം ഇട്ടേരുട്ടാ, വേണ കുറച്ചുകൂടെ മധുരം വേണം ബൂസ്റ്റിൽ. ഇവിടുത്തെ സർവീസൊക്കെ ഷട്ടപ്പാട്ടേതാണ്. അതിപ്പോൾ പഞ്ചസാര ചോദിച്ചാലും ചട്നി ചോദിച്ചാലും സാമ്പാർ ചോദിച്ചാലും എല്ലാം വളരെ വേഗത്തിൽ തന്നെ ടേബിളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ദീപു പഞ്ചസാരയൊക്കെ വേണ്ടോളം കലക്കിയിട്ട് ആ ബൂസ്റ്റ് അങ്ങോട്ട് സേവിച്ചു. മധുരമാണ് ശരിക്കും ബൂസ്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ടോട്ടൽ ബില്ല്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. എടപ്പള്ളി ടോളിൻ്റെ അവിടെയാണ് വനിതാ വിനിത തിയേറ്റർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ വരുന്ന ഒരു തിയേറ്ററാണത്. അപ്പോൾ അത് ദീപുവിന് കാണണം എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇവനെ കണ്ടത്. ഇത് അനീഷ്. അനീഷാണ് ലുലുവിലെ ഏറ്റവും അടുപ്പുള്ള എൻ്റെ സുഹൃത്ത്. ലുലു എന്ന് പോന്ന പിന്നെ എന്നായിട്ട് കോണ്ടാക്ട് വയ്ക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിലൊരാളാണ് അനീഷ്. നീ വിളിച്ചപ്പോഴേ ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഇങ്ങോട്ട് അങ്ങനെ അനീഷിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ പിന്നെ നടന്നു. ലുലുവിൻ്റെ കുറേ സ്റ്റാഫുകളൊക്കെ നമ്മുടെ ഈ എടപ്പള്ളി ടോൾ ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാനും അനീഷും ലുലുവിലുള്ളപ്പോൾ ഒന്നിച്ചായിരുന്നു താമസം. അവനിപ്പോഴും അതേ ആ പഴയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അന്ന് ഞങ്ങൾ താമസിക്കുമ്പോൾ ഈ വനിതാ വിനിത തിയേറ്ററൊക്കെ ഒരു B ക്ലാസ് തിയേറ്ററായിരുന്നു. പിന്നീടാണ് പുതുക്കി പണിത് ഇന്നത്തെ ഈ പ്രൗഢിയിലേക്കൊക്കെ എത്തിയത്. കണ്ടാ ഇവേ തിയേറ്റർ കണ്ടാ? ഇവിടെയാണ് മൊത്ത സിനിമ നടന്മാർ വരുന്നത്.
ഞാൻ ലുലുവിൽ ജോയിൻ ചെയ്യുമ്പേ ഇത് ബി ക്ലാസ് ആയിരുന്നു. അങ്ങനെ കാട്ടാളൻ്റെ വലിയ പോസ്റ്റർ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ക്യൂബ്സിൻ്റെ. എല്ലാവരും തോക്ക് പിടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആരെങ്കിലും തോക്ക് പിടിക്കാൻ ബാക്കിയുണ്ട്, ജഗദീഷ് മാത്രമുള്ളതുകൊണ്ട്. അങ്ങനെ വിനിതയുടെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു ഊബർ പിടിച്ച് നേരെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ശ്രീരാജ് നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പോയിട്ടാണ് ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ യാത്രയാണ്. അതിനുശേഷം ഇതിപ്പോൾ വീണ്ടും 2ാമതാണ് വാട്ടർ മെട്രോയിൽ പോകാൻ പോണേ. കയ്യിൽ കാശുണ്ടെങ്കിൽ ഊബറിൽ പോണത് തന്നെ സുഖം. ഇതുപോലെ അമ്മയ്ക്കും ദീപനും ഉറങ്ങാനും എനിക്കിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് രസിക്കാനും ഒക്കെ പറ്റും. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യണ ഊബറിൻ്റെ ഡ്രൈവർ, പുള്ളീനായിട്ട് സംസാരിക്കാൻ നല്ല രസമായിരുന്നു. നെക്സ്റ്റ് ടൈം പുള്ളീനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ 2000 രൂപയ്ക്ക് കൊച്ചി മൊത്തം കാണിക്കാമെന്നാണ് പറയണേ. ഈ ഒരു ഓഫർ നമ്മളുടെ പ്രേക്ഷകർക്കും തരാമെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കാം. നമ്പർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, കൂടാണ്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അഭിരാമിലെ കിടിലം ബ്രേക്ക്ഫാസ്റ്റും എടപ്പള്ളി ടോളിലെ കൊച്ചു കൊച്ചു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു മോർണിംഗ് ആയിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനെത്തി. ഇനി ഇവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ബോട്ട് കയറാൻ പോവാണ്. ബോട്ട് കയറുന്ന മുതൽ ഫോർട്ട് കൊച്ചിയിലെ ലഞ്ചും തുടർന്നുള്ള എല്ലാ കാഴ്ചകളും കൂടി ഒരു എപ്പിസോഡ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. എറണാകുളം സീരീസിലെ മറ്റ് എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടനെ വരാം. അതുവരയ്ക്കും ബൈ.